ഇരിക്കായിരുന്നോ? ആരിത് വാസിച്ചായിരുന്നോ? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ നോക്കിയെന്നറിയാം. ഇത് ആരുടെ റൂമാടി? അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാടാ. ആഹാ, അമ്മൂമ്മയുടെ റൂം അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നു. ആന്റി ഒരു റൂം കൊടുത്ത്. അമ്മ ഇന്ന് അമ്മൂമ്മയുടെ കൂടെ കിടന്നോളാന്ന്. അച്ഛനാണെങ്കിൽ നാളെ രാവിലെ എടുത്തോളൂ. അതുകൊണ്ട് നമുക്ക് ഈ റൂമിൽ കിടക്കാം. ഇതാകുമ്പോൾ നല്ല വിശാല റൂം. ആ അങ്ങനെ ആട്ടാടി. എടാ അമ്മൂമ്മ എന്തിയടാ? അമ്മൂമ്മ നാമം ജപിക്കാടി. ഇപ്പൊ ഇങ്ങോട്ട് വരും. കിടക്കണേന് മുമ്പുള്ള ശീലാണേ. ആണോ? അതെ അതെ. ലച്ചു, നിന്റെ ചേച്ചിക്ക് നല്ല പട കിട്ടി കാണുമല്ലേ? പിന്നെ അല്ലാണ്ട് അമ്മ നല്ല പൊരിഞ്ഞ അടി കൊടുക്കും. രണ്ടെണ്ണം കിട്ടണം. മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കളഞ്ഞേക്കുന്നു. അതെ അതെ. ഞാൻ ശരിക്കും പേടിച്ചുപോയി. അത് ചേച്ചിനെ കിട്ടിയത് ഏകദേശം അമ്മണി വളവിന്റെ അടുത്ത് വെച്ചിട്ടാ. അങ്ങോട്ട് പോകാൻ നന്നായി. വലിയ അപകടം ഒഴിഞ്ഞു കിട്ടി. അമ്മണി വളവോ? അതെന്താടി? എടാ നിനക്കറിയില്ലേ? ആ അങ്ങനെ ഒരു വളമുണ്ട്. അവിടെ പ്രേതമുണ്ട് അത്ര. പ്രേതോ? അതെ അതെ, അവിടെ പ്രേതമുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. എന്നാ തെളിച്ചു പറയടിയെന്ന്. പക്ഷേ ശരിക്കുള്ള കഥ ഞങ്ങൾക്കറിയില്ല. അവിടെ പ്രേതമുണ്ടെന്നറിയാം. മക്കളെ എന്താ കിടക്കാറായില്ലേ? കിടക്കാൻ പോവുമായിരുന്നു അമ്മമ്മേ. അല്ല അമ്മമ്മ, പോള് പോള്. ഇവിടെ മായേ അമ്മണി വളവിന്റെ കഥ പറയായിരുന്നു. ഒറ്റെണ്ണത്തിൽ അറിയില്ല അമ്മമ്മ. അമ്മിനി വളവോ? അതെ അതെ, അമ്മണി വളവില്ലേ, പ്രേതമൊക്കെ ഉള്ള. അത് എനിക്ക് ആ കഥ അറിയില്ല അമ്മമ്മേ. പകരം അവിടെ പ്രേതമുണ്ടെന്ന് മാത്രമേ അറിയാം. മക്കളെ ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞേ? അങ്ങനെ ചോദിച്ചു കൊടുക്കാം അമ്മമ്മേ. അവിടെ ഒരു കുന്തവും ഇല്ലെന്ന്. അത് പിന്നെ അമ്മ ആന്റിയോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വഴിക്ക് പോകരുതെന്ന്. ആണോ? അത് സത്യമാ മക്കളെ. കുറച്ച് അപകടം പിടിച്ച വഴി തന്നെയത്. അല്ലടോ ചേർക്ക, ഉള്ളത് തന്നെ. പിന്നെ എന്താ, ഉറപ്പായും പറഞ്ഞുതരാം. ഇപ്പൊ മക്കളെ കിടക്ക്, രാവിലെ പറയാം. ഓ പറയാം പറയാം, ബഹളം വേണ്ട. കണ്ടോ, കൊച്ചിറക്കന് പേടിയാകുന്നു. എന്നാ നീ എന്നാ അപ്പുറോട്ട് പോ, പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കട്ടെ. അല്ല മക്കളെ, അമ്മണിക്കൊട്ടാരം എന്ന് പറഞ്ഞൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജകുമാരിക്ക് ഒരു രാജകുമാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേശവാസികളൊക്കെ കൂടി രാജകുമാരിയും രാജകുമാരനും തമ്മിലുള്ള ഇഷ്ടത്തെ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യാനാ, അമ്മണി രാജകുമാരിയെ കൊട്ടാരത്തിലിട്ട് പൂട്ടി. അങ്ങനെ ഒരു ദിവസം രാജാവ് രാജകുമാരനെ നാട് കടത്തി. അതറിഞ്ഞ അമ്മിണി റോഡിൻ്റെ വളവിൽ വന്നിരുന്നു. നല്ല മഴയായിരുന്നു. ആ മഴ മൊത്തം കൊണ്ടു. എന്നിട്ടോ അടുത്ത ദിവസം അമ്മിണി മരിച്ചു കിടന്നു. പിന്നെ അങ്ങോട്ട് ആ നാട്ടുകാർക്കും ആ ദേശവാസികൾക്കും ഒരു സമാധാനം അവൾ കൊടുത്തിട്ടില്ല. വരുന്നവരൊക്കെ പേടിപ്പിച്ചു കൊടുത്തു. ആ ഒന്നേ വന്നേ, മക്കളൊക്കെ പോയി കിടന്നുറങ്ങിയിട്ട്. സംസാരിക്കാൻ വരെ തോന്നിപ്പോയി. എല്ലാരോടും പറഞ്ഞു പറഞ്ഞ ആ പാവത്തിനെ പ്രേതാക്കിയതായിരിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടാ? മതി മതി, ഈ വക ടോക്കൊന്നും ഇവിടെ വേണ്ട. പോയി കിടന്നുറങ്ങും. ഓ ശരി ശരി. എന്താണെന്നാടി ഒരു സൗണ്ട് കേട്ടത്? ആദ്യം ഇവിടെ ഇട്ടുണ്ണിച്ചേട്ടൻ്റെ കടയാടാ, ഐസ്ക്രീം കട. അത് രാത്രിയിലാണ് തുറക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് കേൾക്കും. ഐസ്ക്രീമോ? കൊള്ളാലോ. പോയി കഴിച്ചാലോ? പോയി കിടന്നുറങ്ങടാ, കുറെ നേരമായില്ലോ. ഓ ശരി ശരി. അതെ അവനെ നോക്കിക്കേ, കണ്ണു തുറന്നുറങ്ങണുണ്ട്. രാത്രിയിൽ വരെ കണ്ണടയ്ക്കാൻ പേടിയായിരിക്കും ഭാവത്തിന്. അതുണ്ടല്ലോ, നമുക്ക് അമ്മിനി ഇവിടെ വരെ ഒന്ന് പോയാലോ? ഈ രാത്രിയിലോ? ചുമ്മാ പോകാന്നേ. എന്നാ അവിടെ ഒന്ന് അറിയാലോ. അതും പാവം അമ്മിനി. നമുക്ക് അവിടെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ എനിക്കും തോന്നുന്നു, നമുക്കൊന്ന് പോയാലോ. നമുക്കിപ്പോൾ പോയിട്ട് അരമണിക്കൂറിൽ തിരിച്ചു വരാം. അപ്പം ആരും അറിയില്ല. എങ്ങനെയുണ്ട്? ഓക്കെ സെറ്റ്, ലെറ്റ്സ് ഗോ. ടോർച്ച് എടുത്തോട്ടാ, ഒരു ഫോണും. ഓക്കെ. അത് ശരി, അവൾമാരെ എന്നെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് തോന്നണേ. അങ്ങനെ കിട്ടാൻ പറ്റൂലല്ലോ, ഞാനും പോവും. നിക്കടിയാ